പലതരത്തിലുള്ള തട്ടിപ്പ് മെസ്സേജുകളും നമ്മൾ ദിവസേന കാണാറുണ്ട്. പക്ഷേ ഈ മെസ്സേജ് തട്ടിപ്പാണെന്ന് കരുതി ആരും അവഗണിക്കരുത്. ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ RCയിലും ലൈസൻസിലും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജാണ്. ഇതറിയാത്തവർക്കായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. നിങ്ങൾക്ക് വന്ന മെസ്സേജിലെ ലിങ്ക് parivahan.gov.in തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ ഒരു പോപ്പപ്പ് വന്നിരിക്കുന്ന കാണാം. അതിൽ വാഹനമുണ്ട്, സാരഥിയുണ്ട്. അതിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സാരഥി എന്ന് പറയുന്നത് ലൈസൻസിന് വേണ്ടിയിട്ടും വാഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ RC ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ വാഹനം എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഫോം വരും. അതിൽ നിങ്ങളുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ആധാർ നമ്പറും മൊബൈലും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എഗ്രി എന്ന് കൊടുത്ത് വെരിഫൈ എന്ന് കൊടുക്കുക. നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജ് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി അതല്ല, ഗെറ്റ് ആധാർ OTP എന്ന ഓപ്ഷൻ വരികയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ആധാർ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് OTP എന്ന് കൊടുക്കുക. ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കഴിഞ്ഞു. നിങ്ങളുടെ RCയും ആധാറും അതേപോലെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. ഇനി ലൈസൻസിലെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് വന്ന മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ parivahan.gov.in എന്ന സൈറ്റിൽ വരികയോ ചെയ്യുക. അതിനുശേഷം സാരഥി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലൈസൻസ് ഡീറ്റെയിൽസും ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ആധാർ നമ്പർ എന്ന് സെലക്ട് ചെയ്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. അതിനുശേഷം OTP എൻ്റർ ചെയ്യുക. ഓതൻറ്റിക്കേറ്റ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ സാധിക്കും. പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും പ്രൊസീഡ് എന്ന് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. പ്രൊസീഡ് ചെയ്യുക. വീണ്ടും OTP വെരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊസീഡ് ചെയ്യുക. ഇത്രയും പ്രോസസ്സേ ഉള്ളൂ നമ്മുടെ ലൈസൻസിൽ മൊബൈൽ നമ്പർ ആധാർ വെരിഫിക്കേഷൻ നടത്തുന്നതിന്. അപ്പോൾ എല്ലാവർക്കും മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളത്, അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.